സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. പ്രമാദമായ പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചിരിക്കുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും രാജിവെച്ച മണികണ്ഠൻ കീഴടങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി ശിക്ഷിച്ചിട്ടും അതൊന്നും അംഗീകരിക്കാൻ കഴിയാതെ മേൽക്കോടതിയിൽ പോയെങ്കിലും ഹൈക്കോടതിയെ തന്നെ അപ്പീൽ നൽകൂ എന്ന വിധി വന്നതോടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷയിൽ ഇപ്പോഴേ മാറ്റമുണ്ടാകില്ല എന്ന് മണികണ്ഠനും പാർട്ടിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. CPMൻ്റെ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു മണികണ്ഠൻ. അപ്പോഴാണ് കൊലപാതകത്തിന് പരോക്ഷമായി പങ്കുചേർന്നു എന്നത് കോടതി കണ്ടെത്തിയത്. നമുക്കറിയാം, ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിന് മുകളിൽ ക്രിമിനൽ കേസിൽ ശിക്ഷ ലഭിക്കുന്ന ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ കോടതി ശിക്ഷ വിധിച്ച ക്രിമിനൽ കേസ് പ്രതിക്ക് ജനപ്രതിനിധിയാകാനുള്ള യോഗ്യതയില്ല എന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. അതിൽ ഈ മാസം 26-ാം തീയതി അന്തിമ ഹിയറിംഗ് നടക്കാനിരിക്കെയാണ് രാജിവെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ കോടതി തന്നെ പിടിച്ച് പുറത്താക്കും എന്നിരിക്കെയാണ് രാജിവെച്ച് ആ നാണക്കേടിൽ നിന്നും തൽക്കാലം ഒഴിവായത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 14-ാം പ്രതിയാണ് മണികണ്ഠൻ. ഇന്നലെ വൈകിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണന് മണികണ്ഠൻ രാജിക്കത്ത് നൽകിയത്. ഉദുമ നിയോജക മണ്ഡലത്തിലെ പാക്കം ഡിവിഷനിൽ നിന്നാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മണികണ്ഠൻ വിജയിച്ചത്. 2019 നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കൃപേഷ് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് മണികണ്ഠനെ പിടിച്ച് CPM പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുത്തുന്നത് തന്നെ. കൊലയാളികളെയും കൊലക്ക് കൂട്ടുനിന്നവരെയും ഒക്കെ പിടിച്ച് മുഖ്യമന്ത്രി വരെയാക്കുന്ന CPMൻ്റെ യഥാർത്ഥ മുഖമാണ് മണികണ്ഠൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടത്. വലിയ ഉത്തരവാദിത്തമുള്ള നേതാവെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു ഇതെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇരട്ടക്കൊലക്കേസിൽ മണികണ്ഠന് CBI കോടതി 5 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചത്. മണികണ്ഠൻ ഉൾപ്പെടെയുള്ള VIP പ്രതികൾക്ക് ജാമ്യം നൽകുകയായിരുന്നു. പിന്നീട് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം ലഭിച്ചത്. ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണനെ കുറ്റക്കാരൻ അല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോയെന്നാണ് KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണികണ്ഠൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അങ്ങനെ ജാമ്യം മാത്രം കയ്യിലുള്ളത് കൊണ്ട് കുറ്റക്കാരൻ അല്ലാതാകുന്നില്ല, ശിക്ഷയും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാകാം എല്ലാ സ്ഥാനവും രാജിവെച്ച് അതിന് തയ്യാറായിരിക്കുന്നത്.